കണ്ടു. അപ്പോഴേക്ക് നബിക്ക് അവരെ വേണമെന്ന് തോന്നി തിരിച്ചു വന്നു. സെയ്ദ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ സൈനബ് പറഞ്ഞു, അതെ നിങ്ങളുടെ വളർത്തുവാപ്പ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോയിട്ട് ചോദിച്ചു, അല്ല എന്നാ പിന്നെ ഞാനെങ്ങനെ അവളെ അങ്ങ് ചൊല്ലിയേക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇദ്ദേഹം ഏത് രൂപത്തിലാണ് അതിനെ വളച്ചൊടിച്ചെടുക്കുന്നതെന്ന് നോക്കിക്കേ. മകന്റെ ഭാര്യയെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ 23-ാമത്തെ വചനത്തിന്റെ കൽപ്പന നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ദത്തുപുത്രന്മാർ മകന്റെ പരിഗണനയിലേക്ക് വരികയില്ല എന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തെ പരിഗണിക്കാനും സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് സംരക്ഷണം നൽകുവാനും വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി വീണ്ടും വിവാഹം കഴിക്കുന്നത്. 6 വർഷമാണ് ആ വിവാഹം നീണ്ടുപോയത്. അബൂ സലമയുടെ വിധവയായ ഉമ്മു സൽമ എന്ന് പറയുന്ന സ്ത്രീയെ റളിയല്ലാഹു അൻഹ, ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയെ, ഇപ്പൊ എത്ര എണ്ണം ആയത് നിങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? നബിയുടെ ഭാര്യമാരുടെ എണ്ണങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ പറയുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. മദീനയിൽ വെച്ചിട്ട് ഹിജറയ്ക്ക് ശേഷം ഭർത്താവ് മരിച്ചു. ഹിജറ മക്കയിൽ നിന്ന് വന്നു, മദീനയിലെത്തിയപ്പോഴേക്ക് ഭർത്താവ് മരിച്ചു. 4 മക്കളുണ്ടായിരുന്നു. ജീവിക്കാൻ കഴിയാതെ വിഷമത്തോടുകൂടി കരയുന്ന ഒരു ഘട്ടമുണ്ട്. ഈ 4 മക്കളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു എന്നതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ കഴിയാത്ത വിഷമസന്ധി അനുഭവിക്കുകയാണ്. ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. അനാഥ സംരക്ഷണത്തിന്റെ മാതൃകാ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് ഉമ്മു സലമയെ അഥവാ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. ബനൂ മുസ്തലഹ് ഗോത്രം. ആ ബനൂ മുസ്തലഹ് യുദ്ധത്തിന് ശേഷം മദീനയിലേക്ക് മടങ്ങി. യുദ്ധ തടവുകാരിൽ ഒരാളുണ്ടായിരുന്നു, ജുബൈരിയ. അവർ മദീനയിൽ വന്നു. പിതാവ് ഹാരിസ് മോചനദ്രവ്യം നൽകിയിട്ട് അവരെ മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധ തടവുകാരി എന്ന നിലയ്ക്ക് ആ മോചനദ്രവ്യം വാങ്ങിയില്ല. സന്തോഷത്തോടു കൂടി പിതാവിന് ജുബൈരിയ റളിയല്ലാഹു അൻഹ യുദ്ധ തടവുകാരിയായി പിടിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ പിതാവ് മോചനദ്രവ്യം നൽകിയിട്ട് സ്വതന്ത്രയാക്കാൻ വേണ്ടി പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഒരിക്കലും പ്രവാചകൻ ആ മോചനദ്രവ്യം വാങ്ങിയില്ല. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു പിതാവിനോട്, ഹാരിസിനോട്. സന്തോഷത്തിന്റെ ആതിരേകത്താൽ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ പോയിട്ടൊന്നുമില്ലല്ലോ. അതായത് ഇത്രയധികം പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുകയും 6 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ 6 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ച് 9 വയസ്സുള്ളപ്പോൾ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട 53-കാരനായ നബിയിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്താണ് മാതൃക എന്ന് ചോദിച്ചതിന്റെ മറുപടി എന്താ ഇതുവരെ പറഞ്ഞത്? ഈ 15 മിനിറ്റും പറഞ്ഞത് നബി അതുവരെ കെട്ടിയ പെണ്ണുങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ശരി, അണമുറിയാത്ത സന്തോഷം കൊണ്ട് ജുബൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകളെ വിവാഹം കഴിക്കാമോ എന്ന് അന്വേഷിച്ചു. അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. പിതാവ് സർവ്വസമ്മതത്തോടു കൂടി തന്റെ പ്രിയപ്പെട്ട മകളെ ഭാര്യമാർ മറ്റുള്ളവർ നിലനിൽക്കെ തന്നെ വിവാഹം ചെയ്തു കൊടുത്തു. ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. 6 വർഷമാണ് അവരുടെ വിവാഹ ജീവിതം മുന്നോട്ട്. ഓരോ വിവാഹത്തെ സംബന്ധിച്ചും എനിക്ക് നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷേ അവസരം ഇതല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നത് കേട്ടോ. ഇദ്ദേഹം ഇപ്പൊ നമ്മള് വിഷയത്തിലേക്ക് വന്നാൽ മതിയല്ലോ. വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഈ കണ്ട പെണ്ണുങ്ങളെ മൊത്തം കെട്ടിയ നബിയെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ശരി, ഖൈബർ യുദ്ധം. ആ ഖൈബർ യുദ്ധത്തിൽ യുദ്ധ തടവുകാരിൽ ഗോത്ര തലവനായ അവരുടെ പുത്രിയുണ്ടായിരുന്നു സഫിയ. ഗോത്രമുഖ്യനാണ്. ആ ഗോത്രമുഖ്യന്റെ മകളായതുകൊണ്ട് തന്നെ ഗോത്ര തടവുകാരെ മോചനദ്രവ്യം വാങ്ങിയിട്ട് സ്വതന്ത്രയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും മോചനദ്രവ്യം വാങ്ങിയില്ലെന്ന് മാത്രമല്ല, ഗോത്രത്തലവന്റെ മകളായ സഫിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും വാങ്ങാതെ സ്വതന്ത്രയാക്കി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു. എന്നിട്ട് ഖൈബർ എന്ന ഒരു നാട്ടിലേക്ക് നബിയും നബിയുടെ കിങ്കരന്മാരും ചവിട്ടി തുളച്ചു കയറി ചെല്ലും. എന്തിനാണെന്നറിയാമോ? ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു ഹുയൈ ഇബ്നു അഖ്തബ് എന്ന മനുഷ്യൻ. ഒരു ഗോത്രത്തിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ മകളാണ് സൊഫിയ. ഈ സൊഫിയ എന്ന സ്ത്രീയുടെ ഭർത്താവുണ്ട് കിനാന. അയാള് അടുത്തുള്ള ഗോത്രത്തിന്റെ ഖജാൻജിയാണ്, സമ്പത്ത് സൂക്ഷിക്കുന്ന ആള്. ഇന്നത്തെ പോലെ ലോക്കർ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. ATM കാർഡും ഗൂഗിൾ പേയും ബാങ്ക് അക്കൗണ്ടുകളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നബിക്ക് പണവും പെണ്ണും വേണമെന്ന് തോന്നുമ്പോൾ അന്നേരം അള്ളാഹു കൊള്ളയടിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്, യുദ്ധത്തിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അപ്പൊ യുദ്ധം ചെയ്യാം. പിന്നെ അവിടുന്ന് തട്ടിക്കൊണ്ടുവരുന്ന സമ്പത്തിന്റെ 1/5 അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുവദിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ശരി, ഇരിക്കട്ടെ. ഇങ്ങനെ ഖൈബർ എന്ന നാട്ടിലേക്ക് ചാടിക്കേറി അതുവരെ
സ്വതന്ത്രയായിരുന്ന ഒരു ഗോത്രത്തലവന്റെ മകളും മറ്റൊരു ഗോത്രത്തിന്റെ ഖജാൻജി സമ്പത്ത് സൂക്ഷിപ്പുകാരന്റെ ഭാര്യയുമായിരുന്ന സഫിയയെ എങ്ങനെയാണ് വിധവയാക്കിയത്? ആരാണ് വിധവയാക്കിയത്? ആരാ വിധവയാക്കിയത്? നബി തന്നെ. എന്നിട്ട് വരുന്ന വഴിക്ക് അവരുമായി ഡിങ്കോഡാൽഫി കൂടുകയാണ്, ഒരു ടെന്റ് കെട്ടിയിട്ട്. ഭർത്താവ് മരിച്ചിട്ട് ഇരിക്കാൻ പോലും ആ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇങ്ങനെ നബിയുടെ എല്ലാ വിവാഹങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ഇതെല്ലാം അടർത്തി മാറ്റി വേറെ ഒരു രൂപത്തിൽ വെള്ള പൂശിയാണ് ഈ മുസ്ലിം പ്രഭാഷകർ ഇത് ജനമധ്യത്തിൽ എത്തിക്കുന്നത്. അപ്പോ അതിന്റെ സത്യം എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ടെന്റ് കെട്ടി ഈ സഫിയയുമായി ഡിങ്കോഡാൽഫി നടത്തിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, അതിരാത്രി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നിപ്പോണ്ട് നബിയുടെ ഒരു അനുചരൻ അബൂ അയ്യൂബിൽ അൻസ്വാരി. അപ്പൊ ചോദിച്ചു, അതല്ല നീ എന്താ ഊരി പിടിച്ച വാളുമായിട്ട് ഇവിടെ നിൽക്കുന്നത്? രാത്രി മൊത്തം ഇവിടെ നിൽക്കുമായിരുന്നോ? അതേ പ്രവാചകരെ, ഇന്നലെ സ്വഹീഹായ ഹദീസിന്റെ പിൻബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മള് ഇമാം തബരി പറയുന്നുണ്ടത്, നമ്മൾ കൊന്നില്ലേ പ്രവാചകരെ അങ്ങയുടെ വാളിനാൽ? സഫിയയുടെ പിതാവും ഭർത്താവും കൊല്ലപ്പെട്ടതല്ലേ? അങ്ങയെ എങ്ങാനും ഈ സഫിയ എതിർത്തെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു പ്രവാചകരെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേർക്ക് നേരെ കളി കാണാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. സഫിയ എതിർക്കുന്നുണ്ടോ അതോ നബിക്ക് വഴങ്ങി തരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, പബ്ലിക്കായിട്ട് നിൽക്കുക ഓപ്പൺ എയറില്. എന്നിട്ട് സഫിയയുടെ വിവാഹത്തെ വെള്ളപൂശിക്കൊണ്ടുവരിക ഇവര്. ശരി, പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവരെ വിവാഹം ചെയ്യുകയും 4 വർഷം വിവാഹ ജീവിതം നയിക്കുകയും ചെയ്തു. ഹിലാൽ ഗോത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻകൈയെടുത്ത് അവസാനത്തെ വിവാഹം നടന്നു. അതിനിടക്ക് മാരിയ ബിൻത് ശംഊൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പ്രവാചകൻ വിവാഹം ചെയ്തിരുന്നു. 4 വർഷം മുന്നോട്ട് പോയിട്ടുണ്ട്. ഹിലാൽ ഗോത്രത്തെ ബന്ധം സ്ഥാപിക്കുക എന്ന ഉദ്ദേശപ്രകാരം പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുൻകൈയെടുത്ത് നടത്തിയ വിവാഹം, അവസാനത്തെ വിവാഹം മൈമൂന റളിയല്ലാഹു അൻഹയുമായിട്ടാണ്. ഇതിലെവിടെയും ഒരു വിവാഹത്തിലും ഏതെങ്കിലും ഒരു ശാരീരിക ചോദനകളോ മറ്റോ പ്രകടമാക്കിയതായോ ഈ സ്ത്രീകളുടെ പിതാക്കന്മാർക്കോ ആ നാട്ടിലുള്ള ആളുകൾക്കോ അവിടെ ജീവിച്ചിട്ടുള്ള വിമർശകന്മാർക്കോ പ്രവാചകന്റെ ശത്രുക്കൾക്കോ പിന്നീട് കടന്നു വന്ന ഏതെങ്കിലും അനുയായികൾക്കോ ദീർഘമായ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിനെ വായിച്ചിട്ടുള്ള ശത്രുക്കൾക്കോ അഭിപ്രായമുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് നബി വിമർശകന്മാരും ഇതൊരു കാരണമാണോ? പ്രവാചകനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. പ്രവാചകന് കിട്ടുന്ന ലോട്ടറി അല്ലേ, ബമ്പർ ലോട്ടറികളല്ലേ. പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ആളുകളോ അവർക്കും പേടിയാണ്. ഇവര് വാളുമായിട്ട് നടക്കുന്ന ആളുകളോ. ആയിഷയുടെ വീട്ടിന്റെ പരിസരത്തെങ്ങാണ്ട് ആരോ ഒരാൾ പോയതാ. ഇന്നാണെങ്കിൽ കറണ്ടിന്റെ റീഡിംഗ് എടുക്കാൻ വന്ന ആളാണെന്നെങ്കിലും പറയാമായിരുന്നു. ഒരാൾ വന്നിട്ട് പോയതാ. ഉടനെ തന്നെ അവന്റെ തലയെടുത്തുകൊണ്ട് വരാനെന്നാണ് നബി കൽപ്പിച്ചിട്ട് അലിയെ വാളും കൊടുത്ത് വിടുന്നത്. അയ്യോ, ജനങ്ങൾക്ക് പേടിയല്ലേ, അതുകൊണ്ട് എതിർക്കാൻ പറ്റുമോ? പിന്നെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാൻ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ട് നബിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ആരാ ആടിന്റെ കുളമ്പിൽ വിഷം കൊടുത്തത്? ജൂതപ്പെണ്ണ്. ആ ജൂതപ്പെണ്ണ് നബിയുടെ ആരായിരുന്നു? സൈനബ് ബിൻത് ഹറിയത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് വിഷം തിന്നിട്ടാണ് നബി മരിക്കുന്നത്. അവസാനം മരണക്കിടക്കയിൽ കിടന്നിട്ട് പറയുന്നുണ്ട്, അന്ന് ആ ജൂത പെണ്ണ് തന്ന ആടിന്റെ കുളമ്പിലുള്ള വിഷമുണ്ടല്ലോ, ഇന്നെന്നെ കാർന്ന് തിന്നുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോ ഇത്രയധികം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു. ഇവര് ഇതിനെ എത്ര കണ്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, സത്യം മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇത്രയധികം പെണ്ണുങ്ങള് നമ്മൾ പറഞ്ഞാലല്ലേ നിങ്ങൾ വിശ്വസിക്കാത്തതുള്ളൂ, അല്ലേ? നിന്ദകരും പ്രവാചകന്റെ വ്യക്തിത്വത്തെയും യശസ്സിനെയും ഇടിച്ചു താഴ്ത്താൻ വേണ്ടി കൊണ്ടുപിടിച്ച ഒരു ആരോപണം മാത്രമാണ്. പറഞ്ഞു വന്നത് ഇതാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിലെ പ്രവാചകന്റെ ശത്രുക്കൾ എതിർത്തിരുന്നോ ഇല്ലേ എന്നത് രണ്ടാമതാണ്. ഈ കാലഘട്ടത്തിന്റെ മൊറാലിറ്റിക്ക് ഇത് ചേർന്നതല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നബി അന്ന് കെട്ടി, എന്തിനാണ് നബി അന്ന് കെട്ടിയതെന്നും ചോദിക്കാൻ നമുക്ക് പറ്റില്ല. കാലഘട്ടം കഴിഞ്ഞു പോയി. നബിയുടെ സാഹചര്യം അന്നത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ശരികൾ സംബന്ധിക്കുന്നു.
അത് ഇന്നത്തെ കാലഘട്ടത്തിലും ശരിയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ മൊറാലിറ്റിയുമായിട്ട് അത് കമ്പയർ ചെയ്യേണ്ടി വരുന്നത്. അന്ന് അവർ എതിർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇന്നത് ശരിയാകണമെന്ന് നിർബന്ധം പിടിക്കരുത്. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ വിവാഹത്തിന് പിന്നിലെ ലൈംഗിക താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ആ വിവാഹം ശൈശവ വിവാഹം എന്ന രീതിയിൽ പിന്നീട് ആളുകൾ പറഞ്ഞു ശൈശവം എന്ന് പറയുമ്പോൾ വയസ്സ് ആണ് അതിൽ പരിഗണിക്കുന്നത്. എങ്ങനെയാണ് കാലഘട്ടങ്ങളിൽ മനുഷ്യന്മാർ വിവിധ വയസ്സുകളിൽ ജീവിക്കുന്നുവെങ്കിൽ ശൈശവത്തിന്റെ തീരുമാനം ഉണ്ടാകുക? 950 വർഷത്തിലധികം ജീവിച്ച നൂഹ് നബിയുടെ ബാല്യകാലം എത്ര വർഷം? 10 കൊല്ലം. ബാക്കിയോ പിന്നെ ഒരു 20-30 വരെ. ആ നൂഹ് നബി എത്ര പെണ്ണുങ്ങളെ കിട്ടി? ഈ മുഹമ്മദ് നബി അല്ലാതെ ഇത്രയും പെണ്ണ് കേസുകളും വിഷയങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു നബി ഉണ്ടോ? യുവത്വം. 30 ശേഷം 950 വരെ വാർദ്ധക്യം. 100, 150, 200, 300 വർഷം വരെ ജീവിച്ച മനുഷ്യരുടെ കഥകൾ ആന്ത്രോപോളജി പറയുന്നുണ്ട്. അവരുടെ ബാല്യകാലം എത്രയാ? യൗവനകാലം എത്രയാ? വാർദ്ധക്യകാലം എത്രയാ? അതുകൊണ്ട് യൗവനം, ബാല്യം, വാർദ്ധക്യം എന്ന് പറയുന്നത് ഓരോരോ രാജ്യത്തും ഓരോരോ സ്ഥലത്തും അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാലത്ത് ഒരു തലമായിരിക്കും, പൂർവ്വകാലങ്ങളിൽ വേറെ തലമായിരിക്കും. ഇനി ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് 18 വയസ്സ് എന്ന് നിശ്ചയിക്കുകയും സ്ത്രീക്ക് 18, പുരുഷന് 20, 22, 21, 22 എന്ന് പറയുകയും ചെയ്യും. ലോകത്തെ എല്ലാ രാജ്യത്തും വിവാഹം കഴിക്കുന്നതിന് കണക്കാണോ? അല്ല. ഞാൻ ദീർഘിപ്പിക്കില്ല, അഭിഷയം പൂർത്തിയാകാൻ പറയാം. അല്ല, ലോകത്തിന്റെ വിവിധങ്ങളായ നാടുകളിൽ വിവാഹപ്രായത്തിന് വ്യത്യസ്ത സമയങ്ങളാണ്. ഒരു സ്ത്രീ വിവാഹിതയാകാൻ ആ സ്ത്രീക്ക് മാനസികവും ശാരീരികവുമായ പക്വതയാണ് വേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്ത പിതാവിന് അങ്ങനെ ഒരു പക്വതയില്ലായ്മ ബോധ്യപ്പെട്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ അതിനെ ആയിഷയുടെ വാപ്പ വിവാഹം ആലോചിച്ച് മുഹമ്മദ് നബിക്ക് കെട്ടിച്ചു കൊടുത്തതല്ലല്ലോ ഉസ്താദെ, ആണോ? ഒരു ദിവസം അബൂബക്കറിനെ അന്വേഷിച്ച് മുഹമ്മദ് നബി വീട്ടിൽ വരുന്നു. ആ സമയത്ത് ആയിഷയെ കാണുന്നു. ആയിഷയോട് നബിക്ക് അനുരാഗം തോന്നുന്നു. പിന്നീട് അബൂബക്കറിനോട് നബി പറയുന്നു, അല്ല അബൂബക്കറെ, നിന്റെ മകളെ എനിക്ക് കെട്ടാൻ താല്പര്യമുണ്ട്. അയ്യോ, അതെങ്ങനെയാ പറ്റുക പ്രവാചകരെ? അള്ളാഹുവിന്റെ റസൂലെ, ഞാനും നിങ്ങളും സഹോദരങ്ങളല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളുടെ മക്കളെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നബി അടുത്ത ഉഡായിപ്പ്, അല്ല സഹോദരങ്ങളാണെങ്കിലും ആയിഷയെ എനിക്ക് അനുവദിക്കപ്പെട്ടതാണെന്ന്. ഒന്നും മിണ്ടാതെ അബൂബക്കർ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അടുത്ത ദിവസം വീണ്ടും നബി അബൂബക്കറിനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അള്ളാഹു പട്ടിൽ പൊതിഞ്ഞ ഒരു രൂപം എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് തുണി നീക്കിയിട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ മുഖത്തെ തുണി മാറ്റിയിട്ട് നോക്കിയപ്പോൾ അത് അബൂബക്കറിന്റെ മകൾ ആയിഷയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആയിഷ എന്റെ ഭാര്യയായി വരണമെന്ന്. ഇങ്ങനെ ഉഡായിപ്പിലൂടെ കെട്ടിയതാണ്. ഈ കള്ളക്കഥ പറഞ്ഞ്, ഈ സ്വപ്നത്തിന്റെ കള്ളവും പറഞ്ഞ് അമിത ഭക്തനായ അബൂബക്കറിനെ വീഴ്ത്തിയതാണ്. അതെന്താ നിങ്ങൾ പറയാത്തത്? അല്ലാതെ കെട്ടിച്ചു കൊടുത്തതല്ല. 6 വയസ്സുള്ള കുഞ്ഞിന് ലൈംഗിക പക്വതയുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളുടെ രീതികൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. എന്റെ മോൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. ആരോട് എന്തെവിടെ പറയണമെന്ന് പോലും അറിയില്ല. അയ്യാഗുണയെ പോലെയാ പിള്ളേര്, ബ്രോയിലർ കോഴികളെ പോലെ. പിള്ളേർക്ക് എന്തെങ്കിലും നമ്മൾ കടയിൽ പോകാൻ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ സ്പ്രിങ് പോലെ തിരിച്ചു വരും. ഒരു പ്രായോഗികതയുമില്ല. ഇനി എൻ്റെ മോള് മാത്രമല്ല, ഏതാണ്ട് എല്ലാ മക്കളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ലൈംഗിക പക്വത? ഭർത്താവിന്റെ വസ്ത്രത്തിലുള്ള ശുക്ലത്തിന്റെ അടയാളങ്ങൾ ചുരണ്ടിക്കളയാനുള്ള പക്വതയെ കുറിച്ചിട്ടാണോ ഇവര് പറയുന്നത്? കാരണം 6 വയസ്സുള്ള ആയിഷ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഹദീസുകളുണ്ട്. വിവാഹം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും